വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, നടത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ച് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു വേദി നമ്മൾ പഞ്ചായത്തിൽ ഒരുക്കി കൊടുത്ത് എന്നിട്ട് പരസ്പരം ഇഷ്ടപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടുപേർക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇങ്ങനെയുള്ള നമ്മൾ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവർക്ക് കണ്ടെത്തുന്ന ആ യുവാക്കൾ എന്തുകൊണ്ട് യോഗ്യരാണോ നോക്കണം. പിന്നെ കാലാകാലം അവരുടെ കാലം വരെയും ഈ സ്ത്രീയെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം. ഒക്കെ നോക്കണം. വിവാഹ ജീവിതമാണ്, കുടുംബ ജീവിതമാണ്. സംഗതിയൊക്കെ മുന്നേ പ്രവർത്തി തന്നെ. ഇതിപ്പോ എന്താ വച്ചുണ്ടോ, ഈ കല്യാണം കഴിക്കാൻ കായില്ല ഗതിയില്ലാണ്ട് ഇരിക്കണ ആൾക്കാരെ പിടിച്ച് നിങ്ങൾ കല്യാണം കഴിപ്പിക്കും. അത് കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് പ്രസവ കാര്യങ്ങളോ വരുമ്പോൾ അവരപ്പോഴും പറയും ഞങ്ങൾക്ക് ഗതിയില്ലാട്ടാ ആശുപത്രിയിൽ കൊണ്ടുപോകാനും പ്രസവിക്കാനും. അപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പൊ നിങ്ങൾ ഈ കല്യാണം കഴിച്ച അതിന്റെ വിരുന്നും പിന്നെ അതിന്റെ പ്രസവവും മറ്റേ അടക്കള കാണാനൊക്കെ ആയിട്ട് പഞ്ചായത്ത് അതിന്റെ പിന്നാലെ കൊണ്ടുവരും. നിങ്ങൾ വേറെ വേണ്ടാത്ത വഴിക്കണ്ട. എന്തേ ഡിസംബറേ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? അത് പറഞ്ഞോളി. അത് പറയണങ്ങള്. ഇപ്പൊ നായോട്ട് തിന്നേയില്ല, മറ്റുള്ളത് തീറ്റിക്കയില്ല. ഏത് നായ? ഞാനൊരു ചൊല്ല് പറഞ്ഞതാ പറയാം. നായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പട്ടി ഇന്നലെ ഒരു കുട്ടീനെ കടിച്ചു പൊളിച്ച് തകട് പൊടിയായിട്ട് അതിനിപ്പോ ആശുപത്രി കൊണ്ടുപോയി കിടത്തിയേക്ക. എന്താ ശരി എന്ന് പറഞ്ഞു എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ ജാതി കാര്യങ്ങൾ നിങ്ങൾ നേരെ ചൊവ്വക്കൊന്ന് ചെയ്യാൻ നോക്ക്. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം പുറത്തേക്ക് ഇറക്കാം. കണ്ട എന്തെന്നാ പറയാ, റോട്ടിലിപ്പ് ഇല്ലാത്ത സാധനങ്ങൾ. ഈ തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നപ്പോഴും മെമ്പർ എതിർത്തില്ലേ? എവിടെ എതിർത്ത്? ഞാന് കുടുക്കിട്ട് പിടിക്കരുതെന്നാ പറഞ്ഞ. ഇഞ്ചക്ഷൻ കൊടുത്ത് അവർക്ക് അറിയാത്ത രീതിയിൽ. പിന്നെ കോയ മെമ്പറെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നടത്താൻ പറ്റില്ല. ഇതൊക്കെ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ നടക്കാത്ത കുറെ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ഇതും അങ്ങനെ നടക്കാതെ. നമുക്കിപ്പോ കോയ സാഹിബിനെതിരാണെങ്കിൽ ഭൂരിപക്ഷം നോക്കാം. എല്ലാവർക്കും താല്പര്യമില്ല, നമുക്ക് ഒഴിവാക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒരു വിഷയത്തില് താല്പര്യമുള്ള ആളുകൾ ഒന്ന് കൈവക്കുക. കൈപൊക്കിക്കോ രതീഷ് മെമ്പർ. ഇതിൽ നിന്നൊരു ഭേദപ്പെട്ട ഇനം മെമ്പർക്കും കെട്ടിച്ചേരാം. അപ്പൊ ശരി, എല്ലാവരും കൈ താത്തിക്കോളും. അപ്പൊ ഭൂരിപക്ഷം ആളുകളും ഇപ്പൊ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുടെ DPR തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ജില്ലാ ആസൂത്രണ സമിതിയിൽ എത്തിക്കും. അവിടുന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാംഗല്യം എന്ന ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്താ കയ്യടി, ഈ പഞ്ചായത്ത് എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് മാരേജ് ബ്യൂറോ എന്നുള്ള ബോർഡ് വെക്കാം.